إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് ഫദ്ല് കൊണ്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇൽമുൽ ഫിഖ്, കർമ്മശാസ്ത്രപരമായിട്ടുള്ള അറിവ്, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. അതിന് തുടക്കമാണ്. അതിനു മുമ്പ് ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കേണ്ട ഇൽമിനെ കുറിച്ചുള്ള ചില പ്രാധാന്യങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഫദക്കിർ ഫഇന്ന الذിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. ഫദക്കിർ, നീ ഉണർത്തുക, നീ ഓർമ്മപ്പെടുത്തുക. ഫഇന്ന الذിക്റ, തീർച്ചയായിട്ടും ഓർമ്മപ്പെടുത്തൽ, തൻഫഉൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടുന്നതാകുന്നു. സഹോദരങ്ങളെ, മഹാന്മാരായ സലഫുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും, അവർ പറഞ്ഞതായിക്കൊണ്ട് തീർച്ചയായിട്ടും ദീനിൽ അറിവ് നേടുക എന്നുള്ളത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇബാദത്തുകളിൽ പെട്ടതാണ്. ദീനിൽ അറിവ് നേടുക എന്നുള്ളത് അത് ചുരുങ്ങിയത്, ഏറ്റവും ചെറുത് മുസ്തഹബാണ്, സുന്നത്താണ്. പക്ഷേ ഓരോ മുസ്ലിമും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട തൗഹീദ്, ഈമാൻ കാര്യങ്ങൾ, അഖീദപരമായിട്ടുള്ള വിശ്വാസം, അഖീദപരമായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ നിർബന്ധമായിട്ടും അവൻ ചെയ്യേണ്ട കാര്യങ്ങളിലുള്ള അറിവ്, ഇൽമ്, അത് അവൻ പഠിക്കൽ, ഓരോ മുസ്ലിമും പഠിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, വാജിബാണ്, ഫർളു ഐൻ. എന്നാൽ ഇതല്ലാത്തത് അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ അറബി ഭാഷ, ഉസൂലുൽ ഫിഖ്, ഉസൂൽ ഹദീസ്, ഇതുപോലുള്ള വിഷയങ്ങൾ ഓരോ മുസ്ലിമിനും പഠിക്കൽ നിർബന്ധമില്ല. സമൂഹത്തിൽ ചുരുങ്ങിയത് ഒരാൾ പഠിച്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, മൻ യുരിദില്ലാഹു ബിഹി ഖൈറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഖൈർ, നന്മ ഉദ്ദേശിച്ചാൽ, ശ്രദ്ധിക്കണം, ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ അവൻക്ക് സമ്പത്ത് കൊടുക്കും എന്നാണ് പറഞ്ഞത്. അല്ല, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, അവൻക്ക് ദീനിൽ അറിവ് നൽകും. സുബ്ഹാനല്ലാഹ്, ദീനുൽ ഇസ്ലാമിൽ അറിവ് നൽകുമെന്നുള്ളതാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് വർഷങ്ങളോളം മുസ്ലിമായിട്ട് മുഅ്മിനായിട്ട് ജീവിച്ചതിന് ശേഷവും അവൻക്ക് അറിവില്ല എന്നുള്ളത്. നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതായത് ഒരു മുസ്ലിമിന് ജീവവായു, ഓക്സിജൻ ഏതുപോലെയാണോ അതുപോലെ
അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ദീനിനെ കുറിച്ചുള്ള പഠനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയുള്ളവനാണ്? അർസല റസൂലഹു, അവൻ്റെ പ്രവാചകനെ അയച്ചു, പ്രവാചകനെ നിയോഗിച്ചു, ബിൽ ഹുദാ, ഹുദയെ കൊണ്ട്, വദീനിൽ ഹഖ്, യഥാർത്ഥ ദീനെ കൊണ്ടും. ഹാഫിദ് ഇബ്നുൽ ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നതായി കാണാൻ സാധിക്കും, അൽ ഹുദ, ഹുദ എന്ന് പറഞ്ഞാൽ ഈ ആയത്തുള്ള ഹുദയുടെ ഉദ്ദേശം എന്താണ്? ഹുവ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായിട്ടുള്ള അറിവാണ്, സന്മാർഗം, അത് ഉപകാരപ്രദമായിട്ടുള്ള അറിവാണ്. വദീനുൽ ഹഖ്, യഥാർത്ഥ മതം എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താണ്? ഹുവ അൽ അമലു സ്വാലിഹ്, സൽപ്രവർത്തനങ്ങളാണ്. സഹോദരങ്ങൾ, ഇൽമില്ലാതെ ആർക്കും നന്മകൾ ചെയ്യാൻ സാധിക്കുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നന്മകൾ ചെയ്യാൻ സാധിക്കുകയില്ല അറിവില്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ പറഞ്ഞ, ദുആന് വേണ്ടി കൽപ്പിച്ചത് ഒരൊറ്റ വിഷയത്തിൽ മാത്രമാണ്, ഒരൊറ്റ വിഷയത്തിൽ. അത് ഇൽമിന് വേണ്ടി ഇനി ദുആ ചെയ്യുക എന്നുള്ളതാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമ, പ്രവാചകരെ താങ്കൾ പറയുക, അല്ലാഹു എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ച് നൽകണം. ഈ ഒരു വിഷയത്തിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യത്തെക്കുറിച്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളൂ. അതിൻ്റെ ശ്രേഷ്ഠതയെ നമുക്ക് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാം. ഒരിക്കലും ദുനിയാവിലെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി താങ്കൾ ദുആ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു പഠിക്കുന്ന മജ്ലിസുകൾക്ക് നൽകിയ പേരാണ് റിയാദുൽ ജന്ന, സ്വർഗത്തിലെ തോപ്പ്, സ്വർഗത്തോപ്പ്. ദുനിയാവിൽ എവിടെയെങ്കിലും സ്വർഗത്തോപ്പുണ്ടോ? ഉണ്ട്. എവിടെ? ഇൽമു പഠിക്കുന്ന മജ്ലിസുകളിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്ന മജ്ലിസുകളിൽ, വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന മജ്ലിസുകൾ, അതുപോലത്തെ ദീനിന്റെ ഏതെങ്കിലും ഒരു വിഷയം പഠിക്കുന്ന മജ്ലിസുകൾ, അത് എന്താണ്? സ്വർഗത്തിലെ തോപ്പാകുന്നു. ഇത് ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ നമ്മുടെ അടുക്കലൊരു അമാന്തത, അത് നൽകേണ്ട പ്രാധാന്യം നൽകാതിരിക്കാൻ നമുക്ക് പാടില്ല. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തിൽ ഓക്സിജൻ ഏതുപോലെയാണോ അതുപോലെയാണ് ദീൻ അവന്റെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും അവൻക്ക് ആവശ്യമുള്ളതാണ്. ആ ദീനിനെ കുറിച്ചുള്ള അറിവടിക്കൽ അവൻക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളുടെ മുഖദ്ദിമയിൽ കൊടുത്ത, ആമുഖത്തിൽ കൊടുത്ത ഒരു ചെറിയൊരു വിഷയമാണ്. അദ്ദേഹം പറയുന്നു, ജനങ്ങളെ ഇൽമിന്റെ വിഷയത്തിൽ മൂന്നായി തരം തിരിക്കാം. ഒന്നാമത്തേത് ഇൽമുണ്ട്, അതുപോലെ തന്നെ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. അൽ ഇൽമുൻ നാഫിഉ വൽ അമലു സ്വാലിഹ്, ഉപകാരപ്രദമായിട്ടുള്ള ഇൽമുണ്ട്, അതുപോലെ തന്നെ അത് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഹഉലൈക ഖദ് ഹദാഹുമുല്ലാഹു സിറാത്തൽ മുൻഇം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചൊരിഞ്ഞ ആളുകളുടെ മാർഗത്തിൽ ഹിദായത്തിലാക്കിയിട്ടുള്ള ആളുകളായിരുന്നു കൂട്ടർ, ഹിദായത്തിലായവർ. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിഞ്ഞവർ? മിനൻ നബിയ്യീൻ, പ്രവാചകന്മാരിൽ നിന്നും, വസ്സിദ്ദീഖീൻ, സിദ്ദീഖുകളിൽ നിന്നും, വശുഹദാഇ വസ്സാലിഹീൻ, സുഹദാക്കളിൽ നിന്നും സാലിഹ്യങ്ങളിൽ നിന്നും. അതായത് യഥാർത്ഥ ഇൽമുണ്ട്, അതനുസരിച്ചിട്ടുള്ള അമലുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കൂട്ടർ അല്ലദീന തഅല്ലമുൽ ഇൽമൻ നാഫിഅ വലം യഅമലൂ ബിഹി, ഇൽമു പഠിച്ചു പക്ഷേ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടായില്ല.
അതനുസരിച്ച് അവർ ജീവിച്ചില്ല. വഹഉലാഹി ഹുമുൽ മഗ്ദൂബു അലൈഹിം മിനൽ യഹൂദ്. അക്കൂട്ടരാരാണ്? മഗ്ദൂബ് അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിനിടയായ ആളുകളാണ് ജൂതന്മാരിൽ നിന്നും, അതുപോലെ തന്നെ അവരുടെ മാർഗത്തെ പിൻപറ്റിയ ആളുകളിൽ നിന്നും. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നു, ഇൽമു പഠിക്കുന്നു, പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. പക്ഷെ സഹോദരങ്ങളെ, ഇതൊന്നും ജീവിതത്തിൽ ഇല്ലെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിന് പാത്രമായിട്ടുള്ള ജൂതന്മാരെ പോലെയാണെന്നാണ് പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. ഇൽമുണ്ടോ അതനുസരിച്ച് പ്രവർത്തിക്കണം. ഇൽമു നേടൽ നിർബന്ധമാണ്. ആ നേടിയ ഇൽമു അനുസരിച്ച് പ്രവർത്തിക്കലും നിർബന്ധമാണ്. നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ കുറവുകളുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കണം. മൂന്നാമത്തെ കൂട്ടർ അല്ലദീന യഅമലൂന ബിലാ ഇൽം, അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെയുള്ള ഇബാദത്തുകൾ ചെയ്യുന്നവർ. ഇൽമില്ല, പക്ഷെ ഒരുപാട് ഇബാദത്തുകളുണ്ട്. അറിവിന്റെ അടിസ്ഥാനത്തിലല്ല. ബിദ്അത്തിന്റെ കക്ഷികൾ, ബിദ്അത്തിന്റെ ആളുകൾ, അവരുടെ ബിദ്അത്തുകൾക്ക് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല, തെളിവില്ലാത്തതാണ്. പക്ഷേ അവർ അതിൽ അധികരിക്കുന്നു. അതിനുവേണ്ടി ഒരുപാട് സമ്പത്ത് ചിലവഴിക്കുന്നു, സമയം, പ്രയത്നവും, അതെല്ലാം അവർ ബിദ്അത്തിന് വേണ്ടി ചിലവഴിക്കുന്നു. അവർ പ്രശ്നം എന്താണ്? ഇൽമില്ല, അമലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എപ്രകാരമാണ്? വഹഉലാഹി ഹും അഹ്ലുദ് ദലാലി മിനൻ നസാറ, ക്രിസ്ത്യാനികളിൽ നിന്നുള്ള ദലാലത്തിന്റെ വഴികേടിന്റെ ആളുകളാകുന്നു. വമൻ നഹാ നഹ്വഹും, അവരെ പോലെ അവരുടെ മാർഗത്തിൽ പ്രവേശിച്ചവരുടെയും. ഇപ്പൊ മൂന്നെണ്ണായി തരംതിരിച്ചു. ഒന്നാമത്തേത് യഥാർത്ഥ മുസ്ലിമീങ്ങൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ, സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും പ്രവാചകന്മാരുടെയും മാർഗത്തിലുള്ളവർ. അവർ ഇൽമു നേടും, അതനുസരിച്ചുള്ള പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കൂട്ടർ ഇൽമു നേടും, പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കുകയില്ല. നഊദുബില്ലാ. അവർ ജൂതന്മാരെ പോലെയാണ്. ജൂതന്മാർക്ക് പല വിഷയത്തിലും വലിയ ഇൽമുണ്ടായിരുന്നു, പക്ഷേ ജീവിതത്തിലില്ല. ചില ആളുകൾ വിശ്വസിച്ചു പോയി, ചില ആളുകൾ വിചാരിച്ചു പോയി ഇതുപോലുള്ള ഈ ഒരു വിശേഷണം ജൂതന്മാർക്ക് മാത്രം ചേർന്നതാണ് എന്നുള്ളത്. ഒരിക്കലുമല്ല. നമുക്ക് ഈ വിശേഷണം ഒത്തുവന്നിട്ടുണ്ടോ നമ്മുടെ മേലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപമുണ്ടാകുമെന്നുള്ളതാണ്. അതായത് ഇൽമുണ്ട്, അമലില്ലാത്ത അവസ്ഥ. ഇനി മൂന്നാമത്തെ കൂട്ടർ ഇൽമില്ല, എന്നാൽ അമലുണ്ട്. ഈ അമലാകട്ടെ ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല, തോന്നുന്ന എല്ലാം ദീനിൽ പുതുതായി കൂട്ടി അതനുസരിച്ചിട്ടുള്ള ഇബാദത്തുകൾ. ഇവർ ക്രിസ്ത്യാനികളെ പോലെയാണ്, നസാറാക്കളെ പോലെ. ഇൽമില്ല, അമലുണ്ട്. പിന്നെ അവസാനം പറഞ്ഞ രണ്ട് കൂട്ടരിൽ നമ്മൾ ഒരിക്കലും പെടാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇൽമു പഠിക്കണം, നിർബന്ധമാണ്. പഠിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനം നമ്മുടെ അടുക്കൽ വേണം. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഫൽ മഗ്ദൂബ് അലൈഹിം, അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമായ ആരാണ്? ഹുമുൽ ഉലമാഉല്ലദീൻ, പണ്ഡിതന്മാർ ശ്രദ്ധിക്കണം. അൽ ഉലമാഉല്ലദീന ലം യഅമലൂ ബിഇൽമിഹിം, അവർ പണ്ഡിതന്മാരാണ്, പക്ഷേ അവരുടെ ഇൽമ അനുസരിച്ച്, യഥാർത്ഥ അറിവ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല. ഇൽമില്ല, ഇൽമുണ്ട്, പ്രവർത്തനമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വദ്ദാല്ലൂൻ, വഴിപിഴച്ചവർ. അവരാരാണ്? അൽ ആമിലൂന ബിലാ ഇൽം, ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവർത്തിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു വിഷയം കൂടുതൽ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഇൽമു പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ പഠിച്ചാൽ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി അതിലേറെ ശ്രമിക്കണം. അമലല്ലാത്ത ഇൽമ് അത് റൂഹില്ലാത്ത ജസദ് പോലെയാണ്, ആത്മാവില്ലാത്ത ശരീരം പോലെ. ഫായിദയില്ല, അമലില്ലാത്ത, പ്രവർത്തനമില്ലാത്ത ഇൽമിന് ഫായിദ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം.
അതിനു മുമ്പ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അതിലും പഠിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവില്ലാത്തവരും അറിവില്ലവരും സമമാവുകയോ? ഒരിക്കലുമില്ല, സമമാവുകയില്ല. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. തീർച്ചയായിട്ടും ചിന്തിക്കുക, ഉറ്റാലോചിക്കുക ആര് മാത്രമാണ് ബുദ്ധിയുള്ളവരാകുന്നത്. അറിവ് അത് അറിവില്ലവനും അറിവില്ലാത്തവനും ഒരിക്കലും സമമാവുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബിസ്മില്ലാ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ഫിഖ്ഹാണ്, കർമ്മശാസ്ത്രം. ആദ്യം എന്താണ് ഫിഖ്ഹ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫിഖ്ഹുൽ ഫുറൂഇ എന്ന് പറയും. ഒരു മുസ്ലിമിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിധികളെ അറിയിക്കുന്ന ഇൽമ്, അറിവ്. ഫിഖ്ഹുൽ ഫുറൂഇ എന്നാണ് അറബിയിൽ അതിന് പറയുക, അല്ലെങ്കിൽ ഫുറൂഉൽ ഫിഖ്ഹ് എന്നെല്ലാം നമുക്ക് പറയുന്നതായി കാണാൻ സാധിക്കും. ഫുറൂഇ കർമ്മശാസ്ത്രം, മലയാളത്തിൽ കർമ്മശാസ്ത്രം. കർമ്മശാസ്ത്രം പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത്. ഫിഖ്ഹ് രണ്ട് വിഭാഗമായി കൊണ്ട് വിഭജിച്ചിട്ടുണ്ട്. രണ്ട് രൂപത്തിൽ വിഭജിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് അൽ ഇബാദാത്ത്, ആരാധനകൾ. അതിൽ വരുന്നതാണ് കിതാബു തഹാറ, ശുദ്ധീകരണത്തിന്റെ ബാബ്, കിതാബു സ്വലാഹ്, അതുപോലെ തന്നെ നിസ്കാരം, കിതാബു സക്കാത്ത്, കിതാബുൽ ഹജ്ജ്, കിതാബു സൗം, ഹജ്ജിന്റെ ബാബ്, അതുപോലെ തന്നെ സൗം, നോമ്പിന്റെ. അതിൽ പെടുന്നത് തന്നെയാണ് ജനാസ നിസ്കാരവും. കിതാബുൽ ജനായിസ് എന്ന് പറയും, ജനാസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പിന്നീട് രണ്ടാമത്തെ ഭാഗം അൽ മുആമലാത്ത്, ക്രയവിക്രയങ്ങൾ. മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബ്. അതിൽ പെടുന്നതാണ് കച്ചവടം, പലിശ, അതുപോലെ തന്നെ നിക്കാഹ്, അനന്തരാവകാശ നിയമങ്ങൾ, അതുപോലെ തന്നെ ദിയത്ത്, ഫിദാ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിൽപ്പെട്ടതാകുന്നു. ഇങ്ങനെ രണ്ട് പാർട്ടാക്കിയിട്ടാണ് ഫിഖ്ഹിനെ പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുള്ളത്. സാധാരണ എല്ലാവരും തുടങ്ങുന്നത് പോലെ തന്നെ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ബിഇദ്നില്ലാഹി തആല ഇബാദത്തുകളെ കൊണ്ടാണ്. കാരണം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവൻ ഇബാദത്തുകളിലാണ്. മുആമലത്തിന് ശ്രദ്ധിക്കണം, പക്ഷേ ഇബാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് ഇബാദത്തുകളാണ്. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു വിഷയം പറയേണ്ടതുണ്ട്. ഒരു മുസ്ലിമുമായി ബന്ധപ്പെട്ട, ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ, വിധി കൽപ്പനകൾ, വിധികൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വാജിബ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഹറാം എന്ന് പറഞ്ഞാൽ, എന്താണ് മുസ്തഹബ് എന്ന് പറഞ്ഞാൽ എന്നുള്ളത് നമ്മൾ ഫിഖ് പഠിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാമത്തേത് അൽ വാജിബു. അൽ വാജിബ്, വാജിബ് എന്ന് പറഞ്ഞാൽ ഹുവ മാ ഉസീബ ഫാഇലുഹു വഊഖിബ താരിഖുഹു. വാജിബായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം ലഭിക്കും,
അത് ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവയാണ് വാജിബ്. ഉദാഹരണം, നിസ്കാരം നിർബന്ധമാണ്. അത് പ്രവർത്തിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്, നിസ്കരിച്ചാൽ പ്രതിഫലമുണ്ട്. നിസ്കാരം ഒഴിവാക്കിയാലോ അത് ശിക്ഷയുണ്ട്. നോമ്പ് പോലുള്ളവ. അതുപോലെ തന്നെ രണ്ടാമത്തേത് അൽ ഹറാം. എന്താണ് ഹറാം? ഹുവ മാ ഊഖിബ ഫാഇലുഹു വ ഉസീബ താരിഖുഹു. അത് ചെയ്യുന്ന വ്യക്തിക്ക് ശിക്ഷയുണ്ട്. ഹറാം ചെയ്യുന്ന വ്യക്തിക്ക് ശിക്ഷയുണ്ട്. വ ഉസീബ താരിഖുഹു, അത് ഉപേക്ഷിക്കുന്ന വ്യക്തിക്കോ പ്രതിഫലമുണ്ടാകും. ഉദാഹരണം, ലഹരി ഉപയോഗിക്കൽ, മദ്യപാനം പോലുള്ളവ, അതുപോലെ തന്നെ കളവ് പറയൽ, അതല്ലെങ്കിൽ ഗീബത്ത് പറയൽ, നമീമത്ത് പറയൽ, ഇതുപോലുള്ള വിഷയങ്ങൾ, കൊലപാതകം, ഇതൊരാൾ ചെയ്താൽ അവൻക്ക് ശിക്ഷയുണ്ട്. അത് ഉപേക്ഷിച്ചാലോ പ്രതിഫലമുണ്ടായിരിക്കും നിയ്യത്തിനനുസരിച്ച്. ഇനി മൂന്നാമത്തേത് അൽ മുസ്തഹബ്. ഹുവ മാ ഉസീബ ഫാഇലുഹു വലം യുആഖിബ് താരിഖുഹു. അതെന്താണ്? പ്രവർത്തിക്കുന്ന ആൾക്ക് പ്രതിഫലമുണ്ടായിരിക്കും, പക്ഷെ അതിനെ ഉപേക്ഷിക്കുന്നവൻക്ക് ശിക്ഷ ഉണ്ടായിരിക്കുകയില്ല. ഉദാഹരണം, തഹജ്ജുദ് നിസ്കാരം. അത് ചെയ്യുന്ന വ്യക്തിക്ക് പ്രതിഫലമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്, പക്ഷെ ഉപേക്ഷിക്കുന്നവൻക്ക് ശിക്ഷയുണ്ടോ? വാജിബിനെ പോലെ ഇല്ല. വാജിബിനെ പോലെ ശിക്ഷ ഉണ്ടായിരിക്കുകയില്ല. ഇനി നാലാമത്തേത് അൽ മക്റൂഹ്, വെറുക്കപ്പെട്ട കാര്യങ്ങൾ. ശറഇൽ വെറുക്കപ്പെട്ട കാര്യങ്ങൾക്കാണ് മക്റൂഹ് എന്ന് പറയുക. അത് ഹുവ മാ ഉസീബ താരിഖുഹു വലം യുആഖബ് ഫാഇലുഹു. അത് ഉപേക്ഷിച്ച വ്യക്തിക്ക്, മക്റൂഹായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച വ്യക്തിക്ക് പ്രതിഫലം ലഭിക്കും, പക്ഷെ ചെയ്തവൻക്ക് എന്തില്ല? ശിക്ഷയില്ല. ചെയ്തവൻക്ക് ശിക്ഷ ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് മക്റൂഹ്. എന്നാൽ ഹറാമിന്റെ പരിധിയിൽ അത് എത്തിയിട്ടുണ്ടായിരിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല രൂപത്തിൽ അതിനെ വെറുത്തതായിക്കൊണ്ട് മറ്റു ചില തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അൽ മുബാഹ് എന്ന് പറഞ്ഞാൽ അനുവദനീയമായത്. ഹുവല്ലദീ ഫഅലഹു വതറകഹു അലാ ഹദ്ദിൻ സവാ. ഉപേക്ഷിച്ചാലും ചെയ്താലുമെല്ലാം ഒരുപോലെയാണ്. പ്രത്യേകിച്ച് പ്രതിഫലമില്ല, പ്രത്യേകിച്ച് ശിക്ഷയില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഇതിനെല്ലാം അതെല്ലാം മുബാഹാണ്. അതെല്ലാം മുബാഹായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇബാദത്തിന്റെ അടിസ്ഥാനം, സഹോദരങ്ങളെ, ഇബാദത്തിന്റെ അടിസ്ഥാനം തവക്കുഫാണ്. തവക്കുഫ് എന്ന് പറഞ്ഞാൽ തെളിവ് കിട്ടുന്നത് വരെ അത് ചെയ്യാൻ പാടില്ല. തെളിവിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അതിലെ അഹ്കാമുകൾ, അതായത് വിധിവിലക്കുകൾ, അതിലെ പ്രവർത്തനങ്ങളെല്ലാം. തെളിവില്ലേ, അപ്പോൾ ഈ ഇബാദത്ത് ദീനിൽപ്പെട്ടതല്ല. എന്നാൽ മുആമലാത്തോ അടിസ്ഥാനം ഹലാലാണ്, ചെയ്യാം. ഏതുവരെ? അതിനെ ഹറാമാക്കുന്ന തെളിവുകൾ വ്യക്തമാകുന്നത് വരെ, തെളിവ് മനസ്സിലാക്കുന്നത് വരെ. മുആമലാത്തുകൾ, കച്ചവടങ്ങളെല്ലാം ഹലാലാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതൊഴികെ. ഈ രണ്ട് കാര്യങ്ങളും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഇനി ഫിഖ്ഹ് തുടങ്ങുമ്പോൾ ആദ്യമായി കൊണ്ട് തുടങ്ങുന്ന ബാബ് കിതാബു ത്വഹാറ. നമ്മൾ ചെറിയ രൂപത്തിലായിരിക്കും വിശദീകരണം ഉണ്ടായിരിക്കുക. വളരെ അത്യാവശ്യമുള്ള മസ്അലകൾ
വിശദീകരിച്ച് അതിന്റെ തെളിവുകൾ ഉദ്ധരിച്ചായിരിക്കും പോവുക. കിതാബു ത്വഹാറ. കിതാബു ത്വഹാറ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിന്റെ ബാബ്. ശുദ്ധീകരണത്തിന്റെ ബാബ്. ഇതിൽ വെള്ളത്തിനെ കുറിച്ചുള്ള ചർച്ച ഉണ്ടായിരിക്കും, പാത്രങ്ങളെ കുറിച്ച്, അതിലെ വൃത്തിയും നജസും ശുദ്ധിയുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ ഉളുവിനെ കുറിച്ച്, ഉളു മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ബാബാണ് ഇതുപോലുള്ളവ. അതിൽ ഒന്നാമത്തേതായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ബാബുൽ മിയ എന്ന് പറയും, വെള്ളങ്ങളുടെ ബാബ്. ഏതെല്ലാം വെള്ളം നമുക്ക് തൊഹൂറാണ്, അതായത് ശുദ്ധിയായതാണ്, ഏതെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുകയില്ല, ഇതിനെക്കുറിച്ചുള്ള ചർച്ച ബാബുൽ മിയാ എന്ന് അറബിയിൽ പറയും. നമുക്ക് കാണാൻ സാധിക്കും മുഹക്കിക്കീങ്ങളായ പണ്ഡിതന്മാർ മിയാഇനെ, അതായത് വെള്ളത്തെ രണ്ടായി തരംതിരിച്ചത്. രണ്ടെണ്ണം. ഒന്ന് തഹൂറുൻ, തഹൂറുൻ ശുദ്ധിയുള്ളത്. വെള്ളം രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് തഹൂറുൻ ശുദ്ധിയുള്ളത്, രണ്ടാമത്തേത് നജിസുൻ, നജിസുൻ അശുദ്ധിയായത്, ശുദ്ധി അല്ലാത്തവ, ശുദ്ധി അല്ലാത്തവ. ഈ രൂപത്തിൽ തരംതിരിച്ചിട്ടുള്ളത് ചില ഹനഫി പണ്ഡിതന്മാരും ഇബ്നു തൈമിയ, ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി, ഇവരെല്ലാം ഇതുപോലെ തരംതിരിച്ചതായി കാണാൻ സാധിക്കും. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ വെള്ളത്തെ മൂന്നായി തരംതിരിച്ചതായി കാണാൻ സാധിക്കും. മൂന്നെണ്ണം. പക്ഷെ അതിന് അടിസ്ഥാനമില്ല എന്നാണ് ഇബ്നു ഉസൈമീനെ പോലെ, ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത്. ഇനി വെള്ളത്തിനെ തരംതിരിക്കാനുള്ള തെളിവെന്താണ്? ഖുർആനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ, സൂറത്തുൽ ഫുർഖാൻ 48-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഅൻസൽനാ, ഞാൻ ഇറക്കി, മിനസ് സമാഇ, ആകാശത്തു നിന്നും, മാഅൻ തഹൂറ, ശുദ്ധിയുള്ള വെള്ളം. ഇതിൽ നിന്നാണ് വെള്ളത്തെ തഹൂർ എന്നുള്ളതും നജസ് എന്നുള്ളതും വേർതിരിക്കാനുള്ള ഒന്നാമത്തെ തെളിവ്. അതുപോലെ തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നൽ മാഅ തഹൂറുൻ ലാ യൻജിസുഹു ഷൈഉൻ ലാ യൻജിസുഹു ഷൈഉൻ, തീർച്ചയായിട്ടും വെള്ളം അത് ശുദ്ധിയുള്ളതാണ്, അതിനെ ഒന്നും നജസാക്കുകയില്ല, അതിനെ ഒന്നും നജസാക്കുകയില്ല. അതിന്റെ വിശദീകരണം നമ്മൾ പിന്നീട് വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതുപോലുള്ള ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നുമാണ് വെള്ളത്തെ രണ്ടായി തരംതിരിക്കുന്നത്. ഒന്ന് തഹൂറായത്, രണ്ടാമത്തേത് നജസായത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് വെള്ളത്തിന്റെ അടിസ്ഥാന വിധി. വെള്ളത്തിന്റെ അടിസ്ഥാന വിധി അത് ശുദ്ധിയാണ്. അടിസ്ഥാനത്തിൽ വെള്ളം ശുദ്ധിയാണ്. ഏതുവരെ? അതിൽ നജസിന്റെ വസ്തുക്കൾ കലരുന്നത് വരെ. വെള്ളത്തിന്റെ മണമോ രുചിയോ നിറമോ നജസിൻ്റെതാകുന്നത് വരെ ശുദ്ധിയാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നീരുപാധികം വെള്ളം, നീരുപാധികമായി കൊണ്ടുള്ള വെള്ളം, അതായത് ഭൂമിയിൽ പല സോഴ്സുകളിൽ നിന്നും ലഭിക്കുന്ന വെള്ളം, അത് തഹൂറാണോ ശുദ്ധിയാണോ നജസാണോ എന്നുള്ള വിഷയമാണ്. ഒന്നാമത്തേത് മാ ഉൽ മത്തർ, മഴവെള്ളം. മഴവെള്ളം
ശുദ്ധിയാണ്. എന്താണ് തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെള്ളത്തെ ഇറക്കി തന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? മിനസ്സമായി, ആകാശത്ത് നിന്നും വെള്ളത്തെ ഇറക്കി തന്നിരിക്കുന്നു. ലിയുതഹിറകും ബിഹി, നിങ്ങൾ അതിനെ കൊണ്ട് ശുദ്ധീകരിക്കാൻ. അപ്പൊ ആകാശത്തുനിന്നുള്ള വെള്ളം, അതായത് മഴവെള്ളം താഹിറാണ്. ആകാശത്ത് നിന്ന് വീഴുന്ന വെള്ളം നമുക്ക് ശേഖരിച്ചുകൊണ്ട് ഉദുവെടുക്കാം, കുളിക്കാം, ഇതെല്ലാം സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തേത് മാ ഉൽ ബഹർ, കടൽ വെള്ളം. കടൽ വെള്ളം, ഉപ്പ് നിറഞ്ഞ വെള്ളം. എന്താണ് അതിനുള്ള തെളിവ്? അതും തഹൂറാണ്, ശുദ്ധിയായിട്ടുള്ള വെള്ളമാണ്. അടിസ്ഥാനത്തിൽ കടൽ വെള്ളവും ശുദ്ധിയാണ്. എന്താണ് അതിനുള്ള തെളിവ്? അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, സഅല റജുലുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഇന്നാ നർകബുൽ ബഹർ, ഞങ്ങൾ കടൽ യാത്ര ചെയ്യുന്നവരാണ്. വനഹ്മിലു മഅന അൽ ഖലീല മിനൽ മാ, ഞങ്ങൾ വളരെ കുറച്ച് വെള്ളമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ അടുക്കൽ എടുക്കാറുള്ളത്. കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. കുടിക്കാനും അതുപോലെ തന്നെ അത്യാവശ്യത്തിലുള്ള കുറച്ച് വെള്ളം, ശുദ്ധമായിട്ടുള്ള വെള്ളം, ഉപ്പ് കലരാത്ത വെള്ളം വളരെ കുറച്ചാണ് ഞങ്ങൾ എടുക്കാറുള്ളത്. ഫഇൻ തവല്ലഅനാ ബിഹി അതിഷ്ന, ഈ വെള്ളം കൊണ്ട് ഞങ്ങൾ ഒതെടുക്കുകയാണെങ്കിൽ നമുക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടായിരിക്കുകയില്ല. കാരണം കപ്പലിലുള്ള യാത്ര മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും. അഫനതവല്ലഉ മിൻ മാഇൽ ബഹർ, അപ്പോൾ സഹാബാക്കൾ ചോദിക്കുകയാണ്, ഞങ്ങൾ കടൽ വെള്ളത്തിൽ നിന്നും ഒതെടുക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുവ തഹൂറു മാഉഹു, കടലിലെ വെള്ളം തഹൂറാണ്, ശുദ്ധിയാണ്. അൽ ഹില്ലു മൈതതുഹു, അതിലെ ശവം ഹലാലുമാണ്, അതായത് ചത്തത്. കടലിലെ ജീവികളെ നമുക്ക് അറുക്കേണ്ട ആവശ്യമില്ല. കടലിലെ ജീവികളെ അറുക്കേണ്ട ആവശ്യമില്ല. അതിൽ ചത്തതും നമുക്ക് ഹലാലാണ്, അതിലെ വെള്ളം ശുദ്ധിയാണ്. ഇതാണ് അതിനുള്ള തെളിവ്. ഇനി മൂന്നാമത്തെ വിഭാഗം വെള്ളം, മാ ഉൻ നഹർ, നദിയിലെ വെള്ളം. നദിയിലെ വെള്ളം, അതിനും മുകളിൽ പറഞ്ഞതുപോലുള്ള തെളിവുകൾ നമുക്ക് കാണാം. സൂറത്തുൽ ഇബ്രാഹിമിലെ 32-ാമത്തെ ആയത്ത്, വസഖറ ലക്കുമുൽ അൻഹാർ, നദികളെ നാം നിങ്ങൾക്ക് അധീനപ്പെടുത്തി നൽകിയിരിക്കുന്നു. അതിൽ നിന്നും ചില പണ്ഡിതന്മാർ, മദ്ഹബിന്റെ പണ്ഡിതന്മാർ ഈ ആയത്തിൽ നിന്നും തെളിവെടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല അലം. ഇനി മറ്റൊരു വെള്ളമാണ് മാ ഉൽ ബിർ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളം. കിണറ്റിലുള്ള വെള്ളം അത് തഹൂറാണ്, ശുദ്ധിയാണ് എന്നുള്ളതിന് എന്താണ് തെളിവ്? അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, ഖാല ഖീല യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, യാ അല്ലാഹുവിന്റെ ദൂതരെ, അനതവല്ലഉ മിൻ ബിഅരി ബുളാഅ, മദീനയിൽ ഉണ്ടായിരുന്ന ഒരു കിണറായിരുന്നു ബിഅ്റു ബുളാഅ എന്ന് പറയുന്ന ഒരു കിണർ. അതിൽ നിന്ന് ഞങ്ങൾ ഒളു എടുക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഈ ഒരു കിണറിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. വഹിയ ബിഅ്റുൻ യുൽഖാ ഫീഹൽ ഹീലു വലുഹൂമുൽ കിലാബി വന്നതുൻ, ഈ ഒരു കിണറ്റിൽ സ്ത്രീകളുടെ ഹൈലിന്റെ രക്തത്തിന്റെ ബാക്കിയും അതുപോലെ തന്നെ നായ്ക്കളുടെ ശവവും വൃത്തികേടുകളുമെല്ലാം ഇട്ടിരുന്ന ഒരു കിണറായിരുന്നു. ശ്രദ്ധിക്കണം, അത് നജസുകൾ ഇട്ടിരുന്ന ഒരു കിണറായിരുന്നു. ഈ കിണറ്റിനെ കുറിച്ചാണ് സഹാബാക്കൾ ചോദിച്ചത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മാഅ തഹൂറുൻ, വെള്ളം ശുദ്ധിയാണ്. ലാ യുൻജിസുഹു ശൈഉൻ, അതിനെ ഒന്നും നജസാക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിന് നജസിന്റെ മണമോ രുചിയോ നിറമോ ആകുന്നത് വരെ അത് ശുദ്ധിയാണ്. അത് ശുദ്ധിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അനാവശ്യമായിട്ടുള്ള ഈ വസ്വാസുകൾ ആവശ്യമില്ലാത്തതാണ്. അതുപോലെ തന്നെ മണമുണ്ടെങ്കിലോ നമ്മൾ ഒഴിവാക്കുകയും വേണം. നജസിന്റെ മണമുണ്ടായിരിക്കണം. ചിലപ്പോൾ വെള്ളം കെട്ടി നിന്ന്
മറ്റു ചില മണങ്ങൾ ഉണ്ടാകാം, അതായത് അല്ലെങ്കിൽ ഇലകൾ വീണ് അതുപോലുള്ള മണങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തഹൂറാണ്, ശുദ്ധിയായതാണ്. നജസായിട്ടുള്ള വസ്തുക്കളുടെ മണമോ രുചിയോ നിറമോ ഉണ്ടായാലാണ് ആ വെള്ളം നജസാണെന്നുള്ള ഹുക്ം ലഭിക്കുക. ഇനി അതുപോലെ തന്നെ അഞ്ചാമത്തെ വെള്ളം മാഉസ്സൽജി വൽ ബർദി, മാഉസ്സൽജി വൽ ബർദ്, അതായത് ആലിപ്പായത്തിൽ നിന്നുള്ള വെള്ളം, മഞ്ഞിൽ നിന്ന് ഉരുകുന്ന വെള്ളം, ഇതും അതുപോലെ തന്നെ അനുവദനീയമാണ്, തഹൂറാണ്, ശുദ്ധിയാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് മാഉൽ ഉയൂൻ, അരുവികൾ, ഉറവകളിൽ നിന്നും ഉണ്ടാകുന്നത്, മലചെരുവുകളിൽ നിന്നും വരുന്ന വെള്ളം, ഇതും മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ശുദ്ധിയായിട്ടുള്ള, ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന, നമുക്ക് അതുകൊണ്ട് ഒതുകൊടുക്കാനും കുളിക്കാനും കുടിക്കാനും എല്ലാം സാധിക്കുന്ന വെള്ളമാണ്. ഇനി മറ്റൊരു വിഷയമാണ് മാഉ സംസം. സംസം വെള്ളം ശുദ്ധിയാണ്, സംശയമില്ലാത്ത വിഷയമാണ്, നമ്മൾ കുടിക്കുന്നതാണ്. അതുകൊണ്ട് ശുദ്ധീകരിക്കുന്നതിന്റെ വിധി എന്താണ്? വുളു എടുക്കുന്നതിന്റെ വിധി എന്താണ്? നമുക്ക് കാണാൻ സാധിക്കും 4 മദ്ഹബിന്റെ വീക്ഷണവും. ഒന്നാമത്തേത് ഹനഫി മദ്ഹബ്, മാലിക്കി, ഷാഫി, ഹംബലി എന്ന് മാത്രമല്ല ചില പണ്ഡിതന്മാർ ഇനി പറയാൻ പോകുന്ന കാര്യത്തിന് ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? യജൂസുൽ വുളൂഉ വൽ ഗുസ്ലു ബിമാഇ സംസം, വുളു എടുക്കാം, കുളിക്കാം സംസം വെള്ളം കൊണ്ട്. അതിനുള്ള തെളിവുകൾ എന്താണ്? ഒന്ന് സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുള്ള സുന്നത്ത്. അൻ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീസ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദആ ബിസജിലിൻ മിമ്മാഇ സംസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസം വെള്ളത്തിൽ നിന്നുള്ള ഒരു പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഫശരിബ മിൻഹു, അതിൽ നിന്നും കുടിച്ചു. വതവല്ലഅ, വുളു എടുത്തു. സംസം വെള്ളം കൊണ്ട് വുളു എടുക്കൽ അനുവദനീയമാണ്. രണ്ടാമത്തേത് സംസം വെള്ളത്തിൽപ്പെട്ടതാണ്. വെള്ളം കൊണ്ട് ഏത് രൂപത്തിൽ ശുദ്ധിയായിട്ടുള്ള വെള്ളം കൊണ്ടും നമുക്ക് വുളു എടുക്കാം, കുളിക്കാം, അതിന്റെ ഉള്ളിൽ പെടുന്നതാണ്. ഇനി അത് പാടില്ല എന്നുള്ളതിന് മറ്റു ചില തെളിവുകൾ വരണം. അത് ഇതുവരെ വന്നിട്ടുമില്ല. സംസം വെള്ളം കൊണ്ട് വുളു എടുക്കാൻ, കുളിക്കാൻ പാടില്ല എന്നുള്ളതിന് മറ്റു തെളിവുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് തഹൂറാണ്, അത് അതുപോലെ തന്നെ ഉപയോഗിക്കാനും സാധിക്കും, അനുവദനീയമാണ്. ഇനി അതുപോലെ തന്നെ അൽ മാഉൽ മുസഖൻ, ചൂടുവെള്ളം കൊണ്ടുള്ളത്, ചൂടുവെള്ളം, ചൂടുള്ള വെള്ളം. അത് ഒന്നെങ്കിൽ തീ കൊണ്ട് ചൂടാക്കിയതായിരിക്കും, അതല്ലെങ്കിൽ സൂര്യൻ തട്ടി ചൂടായ വെള്ളമായിരിക്കും. ചില മദ്ഹബുകളിൽ ഇത് കറാഹത്താണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരിക്കലും അതിന് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. ലജ്നത്തു ദായിമ ഫത്വ നൽകിയതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹംബലി ഫിഖ്, ലാഹിരിയ മദ്ഹബ്, അതുപോലെ തന്നെ മാലിക് മദ്ഹബിലെ ഒരു വീക്ഷണം, ഷാഫിഈ മദ്ഹബിലെ ഒരു വീക്ഷണം നവവി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹയുടെ അഭിപ്രായം അപ്രകാരമായിരുന്നു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലജ്നത്തു ദായിമ ഫത്വ നൽകിയിട്ടുണ്ട്, ചൂടുവെള്ളം കൊണ്ട് വുളു എടുക്കാം, കുളിക്കാം എന്നുള്ളത്. ചില ഷാഫി ഫിഖിലെ ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ കറാഹത്തുണ്ട് എന്നുള്ളത്. കറാഹത്ത് ഹറാമല്ല, കറാഹത്തുണ്ട് എന്നുള്ളത്. അതിൽ വ്യക്തമായിട്ടുള്ള തെളിവ് ഇല്ലാത്തത് കൊണ്ട് അത് പ്രശ്നമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചുടുവെള്ളം കൊണ്ട് കുളിച്ചിരുന്നു, അതുപോലെ തന്നെ വുളു എടുത്തിരുന്നു എന്നുള്ളതിന് മറ്റു ചില തെളിവുകളും ദീനിൽ കാണാൻ സാധിക്കും. ഒന്നാമത്തേത് ഉമർ റളിയല്ലാഹു തആല അൻഹു നിന്നുള്ള ഒരു അസറാണ്. അന്നഹു കാന യതവല്ലഉ ബിൽ ഹമീം വയഗ്തസിലു മിൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു ചൂടുവെള്ളം കൊണ്ട് വുളു എടുത്തിരുന്നു, അതിൽ നിന്ന് കുളിച്ചിരുന്നു എന്ന് ചില അസറുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും
വന്നിട്ടുണ്ട്. ഇജ്മാഇൽ നിന്നും ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അത് ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ചൂടുള്ള വെള്ളം കൊണ്ട് കുളിക്കാനും വദുഎടുക്കാനും ഉപയോഗിക്കാം എന്നുള്ളതിന് ഇജ്മാ ഉദ്ധരിച്ചതായി കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ യാസീൻ ആരെങ്കിലും അറിയിക്കുക, ഇന്ന് തന്നെ അറിയിക്കുക, അല്ലെങ്കിൽ നാളെ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് തീർക്കാം. അല്ലാഹു തആല ആലം. അല്ലാഹു സുബ്ഹാനഹു തആല പഠിക്കുന്ന ജീവിതത്തിൽ പകർത്താനും ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.